സ്വർണ്ണവില കുതിച്ചുയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പവന് കൂടിയത് 800 രൂപയോളമാണ്. ഒരിടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില കൂടുന്നത് വെട്ടിലാക്കിയത് സാധാരണക്കാരെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് സ്വാന്തന സാജുവിന്റെ റിപ്പോർട്ട്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വലിയ സംഘർഷത്തിന്റെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഘർഷം അത് പല രാജ്യങ്ങളെയും വലിയ രീതിയിലുള്ള വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്വർണവും പെട്രോളിയവും പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിലക്കയറ്റമാണ് ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു ജ്വല്ലറിയിലാണ്. ഈ സ്വർണത്തെ ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്, ഈ വിലക്കയറ്റം എത്രത്തോളം സ്വർണ്ണ വിലയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഈ ഒരു ജ്വല്ലറിയുടെ GM ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഒന്ന് ചോദിക്കാം. സ്വർണ്ണവില വല്ലാതെ കൂടുന്നുണ്ട്. നമ്മുടെ ആഗോളതലത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നത്തെ ബാധിക്കുന്നത് സാധാരണക്കാരെ ബാധിക്കുന്നത് സ്വർണ്ണത്തിലൂടെ തന്നെയാണ്. കാരണം പറഞ്ഞാൽ ഈ സ്വർണ്ണവില കൂടുമ്പോൾ തന്നെ ബാക്കി എല്ലാ സാധനങ്ങൾക്കും വില കൂടാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് എത്ര രൂപയോളം കൂടിയിട്ടുണ്ട്? കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് 750 രൂപ ഗ്രാമിന് തന്നെ കൂടി. ഓരോ ദിവസവും 100 രൂപ, 80 രൂപ, 70 രൂപ വെച്ച് ഇങ്ങനെ ഗ്രാമിന് തന്നെ കൂടുന്നുണ്ട്. ഇതിപ്പം ഈ യുദ്ധം ഇതുപോലുള്ള ക്രൈസിസൊക്കെ നിലനിൽക്കുകയാണെങ്കിൽ വീണ്ടും കൂടും. അപ്പോൾ ഇതൊരു പവൻ വാങ്ങിച്ച് വരുമ്പോൾ ഇന്നത്തെ വിലയ്ക്കാണെങ്കിൽ 74, 75 വന്ന് അതിൽ പണിക്കൂലിയും ടാക്സ് എല്ലാം കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ എങ്ങനെ പോയിരുന്നാലും 10-85 രൂപ, 80 രൂപയോളം കസ്റ്റമർ അടയ്ക്കേണ്ടി വരും ഒരു പവന്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ കുറയൊന്നും പ്രതീക്ഷയൊന്നും വേണ്ടല്ലോ. ഇങ്ങനെയാണ് നിൽക്കുകയാണെങ്കിൽ 1 ലക്ഷത്തോളം അടുപ്പിച്ച് ഒരു പവന് സാധ്യത ഉണ്ട്. സ്വർണം വാങ്ങാൻ വന്ന ചില ആളുകളുണ്ട്, അവരോട് കൂടി ഒന്ന് ചോദിച്ചേക്കാം. സ്വർണത്തിനൊക്കെ എങ്ങനെയാ വില കുറയുമെന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, ബുക്ക് ചെയ്തിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇല്ല, വില കുറഞ്ഞില്ല. അപ്പോഴത്തേക്ക് ബുക്ക് ചെയ്ത് തിരിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളെ പോലെ പാവപ്പെട്ടവരൊക്കെ എങ്ങനെയൊക്കെ സഹോദരിമാരെ കെട്ടിച്ചേക്കുന്നത്, അതുകൊണ്ട് വളരെ കഷ്ടപ്പാടാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഒരു കല്യാണത്തിനായാലും ഒക്കെ കുറച്ചെങ്കിലും ഒരു സ്വർണ്ണം ഇടണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പോലും സ്വർണ്ണം വാങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ ഇപ്പോൾ ജനറൽ മാനേജർ പറഞ്ഞതുപോലെ തന്നെ 1 ലക്ഷം രൂപ വരെയൊക്കെ സ്വർണ്ണത്തിന് നിരക്ക് പോയേക്കാം. ഈ